ബ്രസ്റ്റിൽ ഫീൽ ചെയ്ത തടിപ്പിൻ്റെ പേരിൽ ഒത്തിരി ഭയത്തോടെയും സംശയത്തോടെയുമായിരുന്നു ലിസി ക്യാൻസർ സെൻ്ററിലേക്ക് ഞങ്ങൾ വന്നത്. സാധാരണയായി ബ്രസ്റ്റിൽ തടിപ്പ്, മുഴ അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോഴാണ് സ്ത്രീകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവരെ ആദ്യം ദേഹപരിശോധന ചെയ്യും. ദേഹപരിശോധനയിൽ നമ്മൾ സ്ഥലത്തിൽ ശരിക്കും മുഴയുണ്ടോ, ബ്രസ്റ്റിൽ മുഴയുണ്ടോ, കക്ഷത്ത് കഴലയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ദേഹപരിശോധന സമയത്ത് നോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് അയക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് മാമോഗ്രാമാണ്. മാമോഗ്രാമിൽ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഫെർദർ ടെസ്റ്റിംഗ് ആയിട്ടുള്ള ബയോപ്സി അങ്ങനത്തെ ടെസ്റ്റുകളിലേക്ക് കടക്കണോ അതോ ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയോ എന്നുള്ള കാര്യം അതിൻ്റെ ബേസിസിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ബ്രസ്റ്റിൽ ലംപ് ഉണ്ട്, അപ്പോൾ കുറച്ച് സംശയമായ മുഴയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാമോഗ്രാഫിയാണ്. ഇത് മാമോഗ്രാഫിയിൽ സംശയമായ മുഴയായ കാരണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് ബ്രസ്റ്റാണ്. അൾട്രാസൗണ്ട് ബ്രസ്റ്റിൽ നമുക്ക് മുഴ സോളിഡ് ആണോ അല്ലെങ്കിൽ നീർക്കെട്ടാണോ ക്ലീൻ ആയിട്ട് അറിയാം. അൾട്രാസൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു, മുഴയ്ക്ക് കുറച്ചൊരു സംശയമുണ്ട് അങ്ങനെ ഉണ്ട് പറഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ബയോപ്സിയാണ്. അപ്പോൾ നീഡിൽ ബയോപ്സി പറയുമ്പോൾ ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. ചെറിയ ഇഞ്ചക്ഷൻ തന്നിട്ട് നല്ലവണ്ണം മരവിപ്പിച്ചിട്ട് ആ മുഴയിന് ഒരു 5-6 പീസ് എടുക്കും. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്ത് ടൈപ്പ് മുഴയാ, പ്രശ്നമായ മുഴയാണോ, ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താ, എല്ലാതും നമുക്കറിയാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ട്രീറ്റ്മെൻറ്റ്, പിന്നെ പാത്തോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് സർജൻ അവർ നോക്കിക്കോളും. പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി അഥവാ പെറ്റ് സ്കാൻ എന്നത് ലഘുവായ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ നിശ്ചിതമായ അളവിൽ നൽകി സംശയകരമായിട്ടുള്ള മുഴകളിൽ ക്യാൻസർ സെല്ലുകളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളതും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് ക്യാൻസർ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ആധുനികമായ രോഗനിർണയ ഉപാധിയാണ്. ശരീരം വാസകലമുള്ള മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ, അതായത് നമ്മുടെ ഹെഡ് ടു ഫുട്ട് എന്ന് പറയും, ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷനാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. കൃത്യമായിട്ടുള്ള രോഗവ്യാപനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും തുടർ ചികിത്സയുടെ തീരുമാനത്തിന് സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. സർജറിയാണോ കീമോതെറാപ്പിയാണോ ഏറ്റവും അഭികാമ്യം, റേഡിയേഷൻ തെറാപ്പി വേണ്ടി വരുമോ എന്നുള്ള പല തീരുമാനങ്ങളും പെറ്റ് സ്കാനിലൂടെ നമുക്ക് സാധ്യമാകുന്നു. ഇതിലൂടെ ഏറ്റവും കുറഞ്ഞ റേഡിയേഷനിൽ ഏറ്റവും മികവാർന്ന ചിത്രങ്ങൾ ലഭിക്കുകയും അതുവഴി കൃത്യമായ രോഗനിർണയവും തുടർ ചികിത്സകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുന്നു. പെറ്റ് സ്കാൻ റിപ്പോർട്ടിൽ ഇത് ദൂരസ്ഥലങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ചെയ്തതായി കാണുന്നില്ല. അപ്പോൾ ഇതൊരു ലോക്കലൈസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറോ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട്സ് എല്ലാം ഞങ്ങൾ ആക്ച്വലി ഒരു ട്യൂമർ ബോർഡിൽ ഡിസ്കസ് ചെയ്യും. ഈ ട്യൂമർ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മെഡിക്കൽ ഓൺകോളജിസ്റ്റ്, സർജിക്കൽ ഓൺകോളജിസ്റ്റ്, റേഡിയേഷൻ ഓൺകോളജിസ്റ്റ്, മാമോഗ്രാഫി ചെയ്യുന്ന ഡോക്ടർ, ഇവരെല്ലാവരും കൂടിയിരുന്ന് ഈ കേസ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ സ്പ്രെഡ് ഒന്നും കാണാത്തതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് സർജറിയാണ്. സർജറി കഴിഞ്ഞാൽ അതിനൊരു പാത്തോളജി റിപ്പോർട്ട് കിട്ടും. ആ പാത്തോളജി റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ഒരുപക്ഷെ കീമോതെറാപ്പി, റേഡിയേഷൻ, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ഫെർദർ ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വന്നേക്കാം. ആരംഭ സ്റ്റേജുകളിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് അസുഖം മാറ്റുക എന്നതാണ് തത്വം. മുൻകാലങ്ങളിൽ അതിനുവേണ്ടി മുഴുവനായിട്ടും മാറോട് സംബന്ധമായ കഷത്തിലെ ഗ്രന്ഥികളും എടുത്തു മാറ്റുക എന്നതാണ്. അതിനാൽ ശരീരത്തിന് രൂപഭംഗിക്ക് വ്യത്യാസം വരുന്നു. കഷത്തിലെ കടല മാറ്റുന്നതിനാൽ കൈകളിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആരംഭ കണ്ടീഷനുകളാണ് വരുന്നത്. അതിനകത്ത് സ്ക്രീനിങ് പ്രോഗ്രാം വഴി മാറേണ്ട ആരംഭ ലക്ഷണങ്ങൾ വരുമ്പോൾ ആ അസുഖം പിടിച്ച ഭാഗം മാത്രം ചിലപ്പോൾ മാമോഗ്രാം വഴിയൊക്കെ ചിലപ്പോൾ അവർക്ക് മാർക്ക് ചെയ്ത് തരാൻ പറ്റും. ആ ഒരു മാർഗം മാത്രം എടുത്ത് മാറ്റുകയും പിന്നെ കഷത്തിലെ ഗ്രന്ഥികൾ അന്വേഷിക്കാൻ വേണ്ടി, രോഗം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ സെൻട്രൽ നോഡ് ബയോപ്സി എടുത്ത് നോക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ശരീരത്തിന് രൂപഭംഗി നിലനിർത്തുകയും കൈകളിൽ നീര് വരാനുള്ള സാധ്യത വളരെയായിട്ട് കുറയ്ക്കുന്നു. സർജറിക്ക് ശേഷം ലഭ്യമായിട്ടുള്ള ഈ പാത്തോളജി റിപ്പോർട്ടിൻ്റെ ബേസിസിൽ നമ്മൾ കീമോതെറാപ്പിയാണ് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം റേഡിയേഷൻ തെറാപ്പിയും അതിനുശേഷം 10 വർഷത്തേക്കുള്ള ഹോർമോൺ ചികിത്സയും വേണ്ടിവരും. എന്തുകൊണ്ടാണ് നമുക്ക് കീമോതെറാപ്പി വേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സർജറി കൊണ്ട് മാത്രം ഈ അസുഖത്തിനെ പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഈ ബ്രസ്റ്റ് ക്യാൻസർ അത് ഉത്ഭവിക്കുന്ന സമയം തൊട്ട് തന്നെ അതിൻ്റെ കോശങ്ങൾ ദേഹത്തിൻ്റെ പല ഭാഗത്തേക്ക് ഓൾറെഡി തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. നമ്മൾ സർജറിയിലൂടെ നീക്കം ചെയ്യുന്നത് അതിൻ്റെ ഉത്ഭവസ്ഥാനം മാത്രമാണ്. അതിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള സെൽസിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ആക്ച്വലി കീമോതെറാപ്പി ആവശ്യമാണ്. കീമോതെറാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ചികിത്സയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സ് നമുക്ക് ഉണ്ടാവാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ മുടി കൊഴിയാം, ചെറിയ ഛർദി ഉണ്ടാവാം. പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്ക് അതിനെയെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല മരുന്നുകളുണ്ട്. അപ്പോൾ സപ്പോർട്ടീവ് കെയർ ബെറ്ററാണ്. പൊതുവേ ആൾക്കാർ നന്നായി ടോളറേറ്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്.
അതിനുശേഷം കീമോതെറാപ്പി ചികിത്സ കഴിയുന്നതോടുകൂടി ഭൂരിഭാഗം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പൂർണ്ണമായും മാറി അവരൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ലീനിയർ ആക്സിലറേറ്റർ എന്ന മെഷീൻ ഉപയോഗിച്ച് എക്സ്റേ ഉൽപ്പാദിപ്പിക്കുകയും ഈ എക്സ്റേയെ ക്യാൻസർ കോശങ്ങളിലൂടെ ഫോക്കസ് ചെയ്ത് കടത്തിവിടുകയും ചെയ്യുന്ന ചികിത്സാ വിധിയെയാണ് നമ്മൾ റേഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എക്സ്റേ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഈ ക്യാൻസർ കോശങ്ങളുടെ വളരാനും വിഭജിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഇതുമൂലം ക്യാൻസർ കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ളതും എന്നാൽ വളരെ എഫക്റ്റീവായതുമായുള്ള ഏറ്റവും നല്ല ഒരു ചികിത്സാ വിധിയാണ് റേഡിയേഷൻ. ലിസി ആശുപത്രിയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് ലിസി ക്യാൻസർ സെന്റർ. ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളും ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും ഒത്തൊരുമിച്ച് ഈ സ്ഥാപനത്തെ ഏറ്റവും നല്ല നിലയിൽ ഇന്ന് ഇവിടെ കടന്നു വരുന്നവർക്ക് സേവനം ചെയ്യാൻ രംഗത്തുണ്ട്. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഈ സ്ഥാപനം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. സ്നേഹത്തോടെ കരുതലോടെ നിങ്ങളോടൊപ്പം എന്നുമുണ്ടാകും ഞങ്ങൾ. അന്ന് ഞാൻ ഒത്തിരി ഭയത്തോടെയാണ് ലിസി ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇന്ന് ഒത്തിരി ആശ്വാസത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. ലിസി ക്യാൻസർ സെന്റർ.